ഹലോ ഫ്രണ്ട്സ്, ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്തോ? അപ്പോൾ സെറ്റ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ട് ക്രിസ്മസ് ട്രീ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാമെന്നാണ് കേട്ടോ ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു 4 ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എല്ലാ ക്രിസ്മസ് ട്രീയിലും കാണുന്ന ഒരു കുഞ്ഞി ഗിഫ്റ്റ് ബോക്സ് ആണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഞാനിതിനായിട്ട് സ്പോഞ്ചാണ് കേട്ടോ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഇതിന് പകരം തെർമോക്കോളോ അല്ലെങ്കിൽ കാർഡ്ബോർഡൊക്കെ യൂസ് ചെയ്യാം. നമ്മൾ സ്വീറ്റ്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കവറാണ് കേട്ടോ ഇത് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കുക. സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ചെറിയ സെല്ലോ ടേപ്പ് ആണ് കേട്ടോ യൂസ് ചെയ്തത്. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും കൂടി ചെയ്തെടുക്കുക. നമ്മൾ ഈ സാധാ ഒരു ബോക്സ് ഒക്കെ റാപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബോക്സ് സെറ്റ് ആവും. പിന്നെ എൻ്റെ അടുത്ത് ഷൈനിങ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ബോക്സിന്റെ മുകൾ പോർഷന് ഡെക്കറേറ്റ് ചെയ്തത് കേട്ടോ. ഇതേപോലെ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുത്താൽ മതി. ഞാനിതാ ഇങ്ങനത്തെ 2 റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലായിട്ട് ഒരു ത്രെഡും കൂടി കൊടുത്താൽ നമുക്കിത് ട്രീയിലൊക്കെ ഹാങ് ചെയ്തിടാം. ഫസ്റ്റ് ഐറ്റം ഇതാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ഐറ്റം എന്താണെന്ന് നോക്കാം. ഈ ഒരു ഷേപ്പ് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ എന്താന്ന്. നമ്മളൊരു കുഞ്ഞി സ്നോമാനെ ആണ് കേട്ടോ സെറ്റ് ആക്കുന്നത്. അപ്പൊ ഞാനിതാ ഒരു കാർഡ്ബോർഡിൽ അതിന്റെ ഒരു ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വൈറ്റ് പെയിന്റ് അടിച്ചു കൊടുക്കുകയാണ്. സ്നോമാന്റെ തലയിലുള്ള ഒരു ട്രയാങ്കിൾ നമ്മുടെ ക്രിസ്മസ് തൊപ്പിയാണ് കേട്ടോ. അതാണ് ഞാൻ ഈ ഒരു റെഡ് കളർ കൊടുക്കുന്നത്. ഇനി നമുക്ക് കണ്ണും മൂക്കും അതിന്റെ ബട്ടൺസും എല്ലാം ബ്ലാക്ക് പെയിന്റ് യൂസ് ചെയ്തിട്ട് ഒന്ന് കൊടുക്കാം. അപ്പൊ ഇനി മുതൽ നമ്മുടെ ചാനലിൽ കുഞ്ഞു വ്ളോഗ്സും എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യണം. നമ്മൾ 2K ഫാമിലി ആവാൻ പോവുകയാണ്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ സ്നോമാൻ ഇതാ ഒരു കുഞ്ഞു മൂക്കും കൂടി വരച്ചു കൊടുത്തു. ഇനി അതിന്റെ കഴുത്തിൽ ചുറ്റാനുള്ള ഒരു ഷോളും കൂടി നമുക്ക് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വൂളൻ ത്രെഡ് ആണ് കേട്ടോ യൂസ് ചെയ്തത്. സൈഡിലായിട്ടൊരു കുഞ്ഞി ബോ കൂടി സെറ്റാക്കി. ഇനി നമുക്ക് സ്നോമാൻ്റെ തൊപ്പീനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു തെർമോക്കോൾ ബോൾസ് 2 ആയിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള ഒരു തെർമോക്കോൾ ബോൾസ് ഒക്കെ നമുക്ക് ഈ ഒരു തൊപ്പിയിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഒന്ന് തൊപ്പീൻ്റെ മുകളിലും പിന്നെ ബാക്കി 4 താഴത്തുമാണ് കേട്ടോ അറേഞ്ച് ചെയ്തത്. നിങ്ങളുടെ കയ്യിലുള്ള ഐറ്റംസ് യൂസ് ചെയ്തിട്ട് നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു വുളൻ ത്രെഡ് ഒക്കെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചെറിയ പീസ് ക്ലോത്ത് യൂസ് ചെയ്തിട്ടും ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഐറ്റം റെഡിയായി. ബാക്കിലൊരു ഹാങ്ങിങ്സും കൂടി കൊടുത്താൽ നമുക്കിത് ട്രീയിലൊക്കെ ഹാങ് ചെയ്തിടാം. സ്റ്റാർ ഇല്ലാതെ എന്ത് ക്രിസ്മസ് ട്രീയിലെ. അപ്പൊ ഇനി നമുക്കൊരു ക്യൂട്ട് സ്റ്റാർ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. വീഡിയോയിൽ കാണുന്ന പോലെ കറക്റ്റ് നോക്കിയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ 5 സെന്റിമീറ്റേഴ്സിന്റെ ഒരു സ്ക്വയർ ആണ് ഇവിടെ യൂസ് ചെയ്തത്. എനിക്കിവിടെ കുഞ്ഞൊരു സ്റ്റാർ ആണ് കേട്ടോ വേണ്ടത്. അതാണ് ഞാൻ ഇത്രയും ചെറുതാക്കിയിട്ട് എടുത്തത്. നിങ്ങൾക്ക് വലുത് വേണമെങ്കിൽ വലിയ മെഷർമെന്റ് എടുത്താൽ മതി. എങ്ങനത്തെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കമന്റിൽ പറയണം കേട്ടോ. എന്നാൽ നമുക്ക് അതേപോലെ ചെയ്യാം. വീഡിയോയിൽ കണ്ട പോലെ എല്ലാ ഫോൾഡിങ്സും കറക്റ്റായിട്ട് ചെയ്യുക. ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഗ്ലൂ പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് ഇതാ നല്ലപോലെ ടൈറ്റായിട്ടൊന്ന് ഹോൾഡ് ചെയ്യുക. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മളിതാ ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കും. ഒരു സ്റ്റാർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ 6 പീസസ് ആണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഒന്ന് നമ്മൾ റെഡിയാക്കി പിന്നെ ബാക്കി 5 നമ്മളിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്യാല്ല കേട്ടോ വേണ്ടത്. താഴത്ത് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വേണം സ്റ്റിക്ക് ചെയ്യാനായിട്ട്. ഇത് വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ക്ലിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് പിടിച്ചു വെച്ചാൽ മതി. അപ്പോൾ അത് വേഗം തന്നെ സ്റ്റിക്ക് ആയിക്കോളും. അങ്ങനെ ഇതാ നമ്മുടെ സ്റ്റാർ റെഡി ആയിട്ടുണ്ട്. ഇനി പതുക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ നല്ല രസമായിട്ട് നമുക്ക് സ്റ്റാർ റെഡി ആവും കേട്ടോ. എല്ലാ സൈഡും നല്ലപോലെ സ്റ്റിക്ക് ആയതിനു ശേഷം ഇതാ ലാസ്റ്റ് ആയിട്ട് ഇവിടെയും കൂടി ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ സ്റ്റാർ കംപ്ലീറ്റ് ആവുള്ളൂ. നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ വലിയ സ്റ്റാർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീടിന്റെ മുന്നിലൊക്കെ തൂക്കിയിടാനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നലെ നമ്മളൊരു വാൾ ഹാങ്ങിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ കണ്ടു നോക്കുക. അത് ചെയ്തപ്പോൾ ബാലൻസ് വന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു തെർമോക്കോൾ ബോൾ. അപ്പോൾ അതും കൂടി ഞാൻ സെന്ററിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സ്റ്റാർ എങ്ങനെയുണ്ട്? ചെറുത് കാണാൻ നല്ല ഭംഗിയുണ്ടായിട്ട് ഞാൻ അതിന്റെ കുറച്ചും കൂടെ വലിയൊരു സ്റ്റാറും കൂടി ചെയ്തു. പക്ഷെ എൻ്റെ അടുത്ത് റെഡ് കളർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാനത് റെഡ് പെയിന്റ് അടിച്ചു കൊടുക്കാണ് കേട്ടോ. 2 ചെയ്യാനുള്ള സമയം കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ കുറേ ആയിട്ട് ചെയ്യാം. അപ്പൊ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം ഉണ്ടാക്കാം. നമ്മുടെ ലാസ്റ്റ് ഐറ്റം ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ റൗണ്ട് ഷേപ്പിലുള്ള ഒരു തെർമോക്കോൾ പീസാണ് എടുത്തിരിക്കുന്നത്. ഇതില്ലെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അതെങ്ങനെയാണെന്ന് ലാസ്റ്റ് പറഞ്ഞുതരാം. നമുക്കിതൊരു റൗണ്ട് ഷേപ്പ് ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ റൗണ്ട് തെർമോക്കോൾ ബോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. എൻ്റെ അടുത്ത് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് അല്ലാത്തതുകൊണ്ട് ഞാൻ സാൻഡ് പേപ്പർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് റൗണ്ട് ആവോ ഇല്ലേ നമുക്ക് നോക്കാം. കുറച്ചധികം നേരം പണിയെടുത്തെങ്കിലും നമുക്ക് നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതില്ലാത്തവർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാ നമ്മുടെ തെർമോക്കോൾ പീസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ആക്കിയെടുത്താലും
മതി കേട്ടോ. ഞാൻ ഈ ഒരു ചെറുത് സാധാ തെർമോക്കോൾ യൂസ് ചെയ്തിട്ട് ചെയ്തതാണ്. തെർമോക്കോൾ പീസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ന്യൂസ് പേപ്പർ ഇങ്ങനെ ചുരുട്ടിയിട്ട് അത് നല്ലപോലെ ഗ്ലൂ സ്റ്റിക്ക് ചെയ്തിട്ടും അങ്ങനെയാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ അടുത്ത് ഇത് ഉള്ളതുകൊണ്ട് ഞാനിത് എടുത്തേ ഉള്ളൂ. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഗ്ലിറ്ററിന് അനുസരിച്ചിട്ടുള്ള പെയിന്റ് വേണം കേട്ടോ ഇനി നമ്മളിത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ അടുത്ത് പഴയൊരു ഗ്ലൂ ഉണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ കൂടി ഈ ഒരു ഗ്ലിറ്റർ ഇട്ട് കൊടുക്കുക കേട്ടോ. വയലറ്റ് ഗ്ലിറ്റർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വയലറ്റ് തന്നെ പെയിന്റ് അടിച്ചു കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ഏത് ഗ്ലിറ്ററാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ബേസ് കോട്ട് കൊടുക്കുക. ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഗ്ലിറ്റർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിലത്ത് വെക്കാം. അപ്പോഴാണ് ഇത് നല്ലപോലെ ഉണങ്ങി കിട്ടുള്ളൂ. ഇത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ 4 ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലാണ് കേട്ടോ ഞാനിത് ചെയ്തത്. ഇനി നമുക്കിത് എങ്ങനെ ഹാങ് ചെയ്തിട്ടാന്ന് നോക്കാം. ചെറിയൊരു പീസ് വുളൻ ത്രെഡ് ഈ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റിലായിട്ട് ഞാൻ ഫ്ലെക്സ് ക്യൂക്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. നല്ലപോലെ സ്റ്റിക്ക് ആയതിനു ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് റോൾ ചെയ്ത് എടുത്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ താഴത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഈ ഒരു ബോളിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീയിൽ വെറുതെ ഒന്ന് ഹാങ് ചെയ്തിട്ടപ്പോൾ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ വലിയ ക്രിസ്മസ് ട്രീയിലൊക്കെ ഇട്ട അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതെന്നും കൂടെ കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ബൈ.